ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ പിന്നെ ഇതുപോലുള്ള എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, നമുക്ക് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ജയൻ രവി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. C5 ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. C5 നവംബർ മാസം 29-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്തുള്ള അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് ആണ്, ഒരു ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്, തെലുങ്കു സീരീസ് ആണ്. വികട കവി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തെലുങ്ക് തമിഴ് ഭാഷകളിലായിട്ട് C5 ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നവംബർ മാസം 28-ാം തീയതി ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഫാന്റസി ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിനിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നത്. ഈ സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. മലയാളം ഡബ്ഡ് വേർഷനാണ് തിയേറ്ററിൽ കണ്ടിട്ടുള്ളത്. മലയാളം ഡബ്ഡ് വേർഷൻ ഒന്നും ഈ അടുത്തൊന്നും വരാൻ ചാൻസ് ഇല്ല. അടുത്ത മാസമൊക്കെ മലയാളം ഡബ്ഡ് വേർഷൻ വരാൻ ചാൻസ് ഉള്ളൂ, OTT വരാൻ ചാൻസ് ഉള്ളൂ. ഇപ്പം തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമ ETV വഴി തെലുങ്ക് ഭാഷ റിലീസ് ചെയ്തു എന്നുള്ളത്. പക്ഷേ അവരൊരു പോസ്റ്റർ ഇറക്കിയിരുന്നു, പിന്നെ എന്താ പറയുക, വാച്ചിനാവെന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഇറക്കിയിരുന്നു. പക്ഷേ പിന്നീട് അത് അവർ പിൻവലിക്കുകയും ചെയ്തു. അത് കണ്ടിട്ടായിരുന്നു ഞാൻ റിലീസ് ചെയ്തു എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നത്. അതെൻ്റെ അടുത്തുള്ള മിസ്റ്റേക്കാണ്, സോറി പറയാണ്. അപ്പോൾ ക എന്ന് പറഞ്ഞ സിനിമ പിന്നെ ETV വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തെലുങ്ക് ഭാഷ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ബ്ലഡി ബഗർ എന്ന് പറഞ്ഞ സിനിമ. കെവിൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തമിഴ് ഭാഷയിൽ ഈ ഒരു സിനിമ ടെൻറ്റ് കോട്ട OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. നവംബർ മാസം 29-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. നേരത്തെ ഈ സിനിമയുടെ ലോ ക്വാളിറ്റി പ്രിന്റ് റിലീസ് ചെയ്തിരുന്നു. ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെയും ലോ ക്വാളിറ്റി പ്രിന്റ് ഇതിനു മുമ്പേ റിലീസ് ചെയ്തിരുന്നു. പിന്നെ ബ്ലഡി ബഗർ എന്ന് പറഞ്ഞ സിനിമ ടെൻറ്റ് കോട്ടയിൽ റിലീസ് ചെയ്യുന്ന സമയത്ത്, ഇന്ത്യക്ക് പുറത്താണ് ടെൻറ്റ് കോട്ടയിൽ റിലീസ് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് ഒരു സ്പാനിഷ് മൂവിയാണ്. അവർ ലിറ്റിൽ സീക്രട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ്, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഈ റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ആക്ഷൻ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പടോ ഇപ്പടോ എപ്പടോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് മൂവിയാണ്. നിഖിൽ സിദ്ധാർത്ഥ്, രുക്മിണി വസന്തൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ ദുൽഖർ സൽമാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് മൂവിയായിരുന്നു ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നവംബർ മാസം 28-ാം തീയതി തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതും ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള അപ്ഡേറ്റുകളായിട്ടുള്ളത് ഇത്രയാണ്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ കണ്ടു, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.